എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങളത് എന്താണെന്ന് അനലൈസ് ചെയ്യണം. ഇപ്പൊ പറഞ്ഞില്ലേ സ്വപ്നങ്ങൾ വേണേ നമുക്ക് യൂഷ്വലി എല്ലാവരും അതാണ് ചെയ്യണേ. നമ്മൾ എല്ലാവരും അതാ സ്വപ്നങ്ങൾ ചെയ്യുന്നത്. കാണുന്നു. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സ്വപ്നമായിരിക്കും. ഇപ്പൊ ഞാൻ ആ എക്സാമിന് ഓടിയെത്തുന്ന സ്വപ്നം രാവിലെ എണീക്കും, "ഓ ഞാൻ കഴിഞ്ഞൂല്ലേ, ഞാൻ ഇതൊക്കെ കഴിഞ്ഞിരിക്കും, സമാധാനം" എന്ന് വിചാരിക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെ കളയാറുണ്ട്. പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങൾ അങ്ങനെ നമ്മൾ വെറുതെ വിട്ടുകൊടുക്കരുത്. അത് കുറച്ച് സ്ഥിരമായിട്ട് നമ്മൾ ഒരേ പാറ്റേണിലൊരു സംഭവം കാണാമെന്ന് വിചാരിക്കും. ആ, ഇപ്പം ഞാൻ നേരത്തെ ആ കുട്ടിയുടെ കാര്യം ആ, പറഞ്ഞില്ലേ, ആ. ഒരേ കഥയാ. ഉം. അങ്ങനെ കാണുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ബേസിക്കലി നമുക്കെല്ലാവർക്കും ട്രോമ ഉണ്ടല്ലോ. ആ. നമ്മള യെസ്, ഓഫ് കോഴ്സ്. നമ്മളാരും യാ, യാ. ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പം അല്ലല്ല. എനിക്കും ഉണ്ടാവും ഒരുപാട് പ്രശ്നം. ഞാനും ഇങ്ങനത്തെ ഒരുപാട് സ്വപ്നങ്ങളും എനിക്കും എൻ്റേതായിട്ടുള്ള പേടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാനും അത് സാധാരണ മനുഷ്യനാണല്ലോ. ഇപ്പം മാമും അതെ, എല്ലാവരും അതെ. ഏത് തെറാപ്പിസ്റ്റ് ആയാലും അവർക്കൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സാധനം കാണുമ്പോൾ നമുക്കതിനെ അനലൈസ് ചെയ്യാം. ഇത് ഇന്നതുകൊണ്ടാണ്. അപ്പം ഇപ്പം എന്നും ഇപ്പോൾ സ്വപ്നം കണ്ടിട്ട് അങ്ങനെയല്ല. നമുക്ക് ചില സാധനങ്ങൾ കറക്റ്റായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ ഈ കഥ തന്നെ ഇപ്പം 2, 3 തരത്തിലെടുക്കാം. അപ്പോൾ നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുന്ന ഒരു സംഭവം, അത് ചിലപ്പോൾ ഡെത്തായിട്ട് കാണാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് പെട്ടെന്ന് നമ്മൾ ഷട്ടായി പോകുന്നു, ഒന്നുമില്ല. പിന്നെ നമ്മൾ തുറക്കാൻ പറ്റുന്നില്ല, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പുതിയൊരു വേൾഡ് കാണുന്നു. ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ഒരു ദിവസം നമ്മൾ കണ്ടാൽ അത് കുഴപ്പമില്ല. ആ, 2 ദിവസം കണ്ടാലും കുഴപ്പമില്ല. ആ. ഇപ്പം മാസത്തിലൊരു 3, 4 തവണയൊക്കെ കാണുന്നു. അങ്ങനെയൊന്നായാലും അത് കുഴപ്പം, ഇതൊന്നും കുഴപ്പമല്ലാട്ടോ. ഉം. നമുക്കതിനെ അനലൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള പാർട്ടാണ് ഞാൻ പറയുന്നത്. ചില ആൾക്കാർ ഇത് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്. ഉം. കണ്ണടക്കാൻ വരെ പേടിയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ കണ്ണടച്ച് ഉറങ്ങുന്ന സമയത്തേ ഞാൻ വീഴുന്ന പോലെ തോന്നും. ഉം. ഉം. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഉം. അവർക്ക് ഇത് ചില സ്ഥലങ്ങളിൽ ഇപ്പം ചില ചീറ്റിംഗ് പോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടുക. ഓ, അങ്ങനെയൊക്കെ അത് അതായത് ഫോൾ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോൺ അത് നമ്മളെ തകർക്കുക. ആ. അത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ചില ഈ ഫിയർ ഓഫ് ഫാൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇവല്യൂഷണറി നമ്മളിൽ വരുന്നൊരു സാധനം. നമ്മൾ ആ. കുറേ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടും ആ. ഒക്കെ ആയിട്ട് നമ്മുടെ പൂർവികരടുത്ത് നമ്മൾ മലയുടെ മുകളിൽ നിന്ന് വീണവരും ഇതിൻ്റെയൊക്കെ ട്രോമയുടെ ട്രിഗേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ. അത് ഹിറ്റാകുമ്പോൾ നമ്മളിത് കാണും. അത് ഉം. സ്വാഭാവികമാണ്, അത് വിടുക. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്ന സ്റ്റേറ്റ് ഉണ്ട്. തീരെ എപ്പോഴും എപ്പോഴും കാണുക, ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യം കാണുക. ഉം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചില ഇത്തരത്തിലുള്ള ചില ചീറ്റിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തകർച്ചകൾ, ഉം. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ചതികൾ, ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. ഓ. അപ്പോൾ അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഫിയർ ഫാക്ടർ കിടക്കുന്നുണ്ടാവും. ഉം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കാണാറുണ്ട്. ഈ ഉം. ഫിയർ ഓഫ് ഓൾ കാണുന്ന ആൾക്കാർക്ക് അവർക്ക് എല്ലാവരെയും ഒന്നും അവർ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട്. ആ. ഭയങ്കരമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് ഒന്ന് പഠിച്ചാലും ശരിയാവില്ല, അങ്ങനെയൊക്കെ കാണാറുണ്ട്. ഉം. ഒരു ഒരു ഉം. സെൽഫ് അവർ സ്വയം തന്നെ സംശയിക്കും. ഉം. ഉം. അങ്ങനെയുണ്ട്. സെൽഫ് ഡൗട്ടും ഉണ്ടാവും. സെൽഫ് ഡൗട്ടും ഉണ്ടാവും. സെൽഫ് ബ്ലെയിമും ചെയ്യും. ഉം. അപ്പോൾ അവർക്കിത് കിട്ടിയതുകൊണ്ട് ആദ്യം നമുക്കിപ്പം പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത്, നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മളെ ബ്ലെയിം ചെയ്യുന്നത് ഉം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഒരാളെ നമ്മളെ പറ്റിച്ചു പോയി. ഉം. അപ്പോൾ നമ്മളെന്താ പറയുക? ഞാനൊന്നും എടുത്തിട്ടല്ലേ, ഉം. അല്ലേ? നമ്മളെക്കാട്ടും ബുദ്ധിയിൽ അയാൾ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മളെ പറ്റിക്കാൻ പറ്റിയത്. ഉം. അങ്ങനെ നമ്മൾ ആദ്യം കാണില്ല. ഉം. ആദ്യം നമ്മൾ നമ്മളെ കുറച്ചങ്ങ് കുറ്റപ്പെടുത്തും. ഉം. പിന്നെ നമ്മൾ അവരെയും കുറ്റപ്പെടുത്തും കേട്ടോ. ഉം. പുറത്ത് നമ്മൾ അവരെയൊക്കെ കുറ്റപ്പെടുത്തും. ഉം. ഇപ്പം ഞാൻ പറയും അയാൾ വൃത്തികെട്ടവനായതുകൊണ്ടാണ് അങ്ങനെ. പക്ഷെ എന്നാലും ഞാൻ ചിന്തിക്കും, എന്നാലും ഇത്രയും വലിയ നമുക്ക് നമ്മളാണല്ലോ എപ്പോഴും ഹീറോ, അതെ. അല്ലേ? നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിലും നമ്മൾ പാട്ടിടുകയാണെങ്കിലും നമ്മൾ അതിലത്തെ ഹീറോ ആയിരിക്കും, അതെ, അതെ, അതെ. ആണല്ലോ. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും നമ്മളെ കൊച്ചാക്കി പറയില്ല. നമ്മൾ ആദ്യം മറ്റുള്ളവരെ കുറ്റം പറയും. എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ ഇരുന്ന് ആലോചിക്കും, എന്നാലും ഇത്രയും അടിപൊളിയായിട്ടുള്ള ഞാൻ ഇങ്ങനെ പോയി പെട്ടുപോയല്ലോ, അല്ലേ? അതെ. അപ്പോൾ ഈ ഒരു സാധനത്തിനകത്തു നിന്നാണ് അവർ നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. മറ്റുള്ളവരെ ഇതാക്കാൻ തുടങ്ങും. ഇതിപ്പം ചില ആൾക്കാർ ഇതിനെ മൈൻഡ് ചെയ്യാണ്ട് വിടും. ഉം. ഇപ്പം എല്ലാ തകർച്ച ഉണ്ടായ ആൾക്കാർക്കും ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉം. അതാ ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും പെയിൻ റിസീവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേസിലാണ്. ഓഫ് കോഴ്സ്. ഒരാൾക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുന്നത് ചിലപ്പോൾ അയാൾക്ക് മറ്റേയാൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ഉം. ഇപ്പോൾ വെറുതെ എന്താ പറയുക, ചേട്ടനെ ചീത്ത പറയുന്നതിൻ്റെ കൂടെ അനിയനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രശ്നമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഉം. ചേട്ടൻ ഇപ്പം പണ്ടുള്ള ആൾക്കാർ അങ്ങനെ പറയുമല്ലോ, ഒരാളെ മാത്രം ചീത്ത പറയണ്ട, ഉം. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് മറ്റേ ആളോട് പറയുമ്പോൾ ഇവ ഷോക്കായി പോകും, ഞാൻ എന്ത് ചെയ്തിട്ടാ, ഉം. ഇത് ഭയങ്കര ഇത് എന്തെങ്കിലും പ്രശ്നമാണോ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, വെറുതെ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഉം. എന്ന് കരുതും. പക്ഷെ ഇത് റിസീവ് ചെയ്യുന്ന രീതിക്കാണ് പ്രശ്നം. ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ അതെടുക്കുന്നത്. ഉം.